നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ഒരു തെറ്റും ചെയ്യുന്നില്ല. നമ്മുടെ കാര്യം നോക്കി ഒതുങ്ങി കഴിയല്ലേ. പിന്നെന്താ? എനിക്കൊരു പേടിയുള്ളൂ, നിന്നെ മോളെയും കുറിച്ച് ഓർക്കുമ്പോൾ. പണ്ട് തെളിവില്ലാതെ വിട്ടുകളഞ്ഞ പല കേസുകളും തെളിഞ്ഞ ഞാനകത്താവും. പിന്നെ നിനക്കാരുണ്ട് സുജയ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോലീസാണെന്ന് തോന്നുന്നു. അപ്പത്തേക്ക് മാറി നിൽക്ക. ആന്റോടെ ഇവിടെ ഉണ്ട്. എന്താ ബാബ? അയാൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക. ചേരിയിലെ പാവങ്ങളെ പലരെ അടിച്ച് നാശാക്കി എന്നെ എൻ്റെ ആളുകളെയും വേരോടെ പിഴുതറിയുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. നിന്നെ അന്വേഷിച്ച് വന്നോ? വന്നു. ഞങ്ങൾ അവിടെ വന്നപ്പോഴാ അടുത്ത വീട്ടിലേക്ക് ചോദിച്ചിട്ട് പോയി. നമുക്ക് ഹാജരാകുന്നല്ലേ ബാബ നല്ലത്. പിടികിട്ടിയവരൊക്കെ നട്ടല്ലൊടിച്ചാ വിടുന്നത്. ഇനി എന്ത് ചെയ്യും എന്റെ ഈശ്വര? കരഞ്ഞിട്ടെന്താ കാര്യം? കരയില്ല സുജയ. നമ്മളെ കൊല്ലാനുള്ള അധികാരമൊന്നുമില്ലല്ലോ. ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ചൂടൊന്നാറുന്നത് വരെ പിടികൊടുക്കണമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു. പിന്നല്ല അയാൾ നോക്കിക്കൊള്ളാമെന്ന്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക. നിന്നെ വിളിക്കാനാ വന്നേ. ദൂരമൊന്നുമല്ല, നമ്മുടെ ഈ ചേരി തന്നെ ഉണ്ടാവും. കുറച്ച് ദിവസം നോക്കാം. എന്നിട്ടും തണുത്തില്ലെങ്കിൽ അവനെ ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങൾ ഈ നാട് തന്നെ വിടണമെന്ന് തീരുമാനിച്ചിരിക്കുക. അതെ ബാബ, അത് പറയാനാണ് ഞങ്ങൾ ഇന്ന് വീട്ടിൽ വന്നത്. ഈ നാട് തന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവുക. ഇവിടെ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല. എങ്ങോട്ടാ? എങ്ങോട്ടൊന്നുമില്ല, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം. എങ്കിലാ പോക്ക് വൈകിക്കണ്ട. പിടിയില്ലാതിന് മുമ്പ് രക്ഷപ്പെട്ടോ. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. മോളെ ഞാൻ എടുക്കണം. വേണ്ട. ഓട്ടോ ഓട്ടോ. എങ്ങോട്ടാ? റെയിൽവേ സ്റ്റേഷൻ. കയറി. പോകുന്നില്ല. അതെന്താ? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എനിക്ക് മനസ്സിലായി. പോലീസ് ചീറി പഞ്ഞു നടക്കുന്നുണ്ട്. എനിക്ക് അടികൊള്ളാൻ വയ്യ. ഇനി കുറച്ച് ദൂരല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം.